ബാംഗ്ലൂരിൽ DK കഫേയിലുണ്ടായ സ്ഫോടനത്തിന് പിന്നിലെ പ്രതിയുടെ ഐഡന്റിറ്റി കണ്ടെത്തിയിട്ടുണ്ടെന്നും പ്രതിയെ അറസ്റ്റ് ചെയ്യുമെന്നും കർണാടക ഉപമുഖ്യമന്ത്രി ശിവകുമാർ വെള്ളിയാഴ്ച പറഞ്ഞു. ബംഗളൂരുവിലെ IT ഹബ്ബായ വൈറ്റ്ഫീൽഡിലെ രാമേശ്വരം കഫേയിൽ വെള്ളിയാഴ്ചയുണ്ടായ സ്ഫോടനത്തിന് കാരണം ഇംപ്രവൈസ്ഡ് എക്സ്പ്ലോസീവ് ഉപകരണം ആണെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നേരത്തെ പറഞ്ഞിരുന്നു. സ്ഫോടനത്തിൽ ഇതിനോടകം 10 പേർക്ക് പരിക്കേറ്റു. അതേസമയം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച ഉപമുഖ്യമന്ത്രി ശിവകുമാർ പറഞ്ഞതനുസരിച്ച് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സംശയിക്കപ്പെടുന്ന ആളെ ട്രാക്ക് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടെന്നും ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ വളരെയധികം സമർത്ഥരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഫേയിൽ മിക്ക ഉപഭോക്താക്കളും ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ഉച്ചയ്ക്ക് 1:15 സ്ഫോടനം ഉണ്ടായത്. ഉച്ചഭക്ഷണ സമയത്ത് ഒരു യുവാവ് കഫേയിലെത്തി. ഭക്ഷണം കഴിച്ചതിനു ശേഷം മരത്തിന് സമീപം ഒരു ബാഗ് ഉപേക്ഷിച്ചിട്ട് പോവുകയാണുണ്ടായത്. 1 മണിക്കൂറിന് ശേഷം കുറഞ്ഞ തീവ്രതയിലുള്ള സ്ഫോടനം ഉണ്ടായി. സ്ഫോടനത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. സ്ഫോടനത്തിന്റെ മുഴുവൻ ദൃശ്യങ്ങളും CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. പ്രതി ബസ്സിലാണ് വന്നത്. ബസ്സിൽ നിന്നിറങ്ങിയ ശേഷമുള്ള നീക്കങ്ങളെല്ലാം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രതിയെ പിടിക്കാനായി 7 മുതൽ 8 വരെ ടീമുകൾ രൂപീകരിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരെ സന്ദർശിക്കുകയും അവർക്കാവശ്യമുള്ള വൈദ്യസഹായം ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂരിൽ ആരും പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.